പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഈശോയ്ക്കും അമ്മ മാതാവിനും എൻ്റെ ജീവിതത്തിൽ തന്ന അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാനായിട്ട് എന്നെയും ഇവിടെ യോഗ്യയാക്കിയതിന് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. എൻ്റെ പേര് അനീറ്റ എലിസബത്ത്. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ +2 കഴിഞ്ഞിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഈശോയുടെ മാതാവിനോടും അനുവാദം ചോദിച്ച് തന്നെ തുടങ്ങിയ ഒരു കാര്യമായിരുന്നു. അപ്പം എനിക്ക് കിട്ടിയ വചനം ജെറമ്യ 29:11 നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, അത് നിൻ്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ ഈ ഒരു വചനം കണ്ട് വിശ്വസിച്ചാണ് ഞാൻ മുന്നോട്ട് പോയത്. അങ്ങനെ എൻ്റെ A1 to B2 നല്ല രീതിയിൽ മുന്നോട്ട് പോയി. ഞാൻ പഠിച്ചത് ഭരണജ്ഞാനത്തായിരുന്നു. എന്നും എനിക്ക് കുർബാനയിലൊക്കെ പങ്കെടുത്ത് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാനൊക്കെ പറ്റി. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഞാനും എൻ്റെ 3 ഫ്രണ്ട്സ്, ഞങ്ങൾ 3 പേര് ഒരുമിച്ചാണ് എന്നും കുർബാനയ്ക്ക് പോകുന്നത്. അപ്പം ഞാൻ എൻ്റെ സ്കൂൾ ടൈം തൊട്ടേ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നു. എൻ്റെ ഒരു ഉടമ്പടി എടുത്ത ഫ്രണ്ട് എനിക്ക് ഫസ്റ്റ് പത്രം തന്നു. അപ്പോൾ എന്നോട് അവൾ പറഞ്ഞത്, നീ ഒരു നിയോഗം വെച്ച് ഈ സാക്ഷ്യം മുഴുവൻ വായിക്കണം എന്ന് പറഞ്ഞു. ഈശോ മാതാവിനോട് പ്രവർത്തിച്ച അടയാളങ്ങളാണ്, നീ അത് വായിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് തൊട്ട് എനിക്ക് പത്രത്തിൻ്റെ വില നന്നായിട്ട് അറിയാം. അപ്പം എവിടെ വെച്ച് കൃപാസന പത്രം കിട്ടിയാൽ ഞാൻ സന്തോഷത്തോടെ വാങ്ങും. ആ സമയത്തൊന്നും ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല. അങ്ങനെ ഞാൻ പത്രത്തിലൂടെ ഞാൻ ലൈറ്റ് ക്യാൻഡ് പ്രെയർ റിക്വസ്റ്റിനെ കുറിച്ചൊക്കെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ അറിഞ്ഞു. എൻ്റെ ജീവിതത്തിൽ എന്തൊരു തടസ്സം വന്നാലും ഞാൻ അപ്പോൾ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇടും. അങ്ങനെ എനിക്ക് ആ ദിവസം തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഈ ദിവസം ഞാൻ പറഞ്ഞാൽ തീരില്ല, അത്രത്തോളം എനിക്ക് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് വരെ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ കുറേ പേർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, ഇങ്ങനെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഉണ്ട്, അങ്ങനെ നമുക്ക് പ്രെയർ ചെയ്യാം എന്നൊക്കെ. അങ്ങനെ ഒരുപാട് പേർക്ക് ഷെയർ ചെയ്തു. ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ എന്നും ഈ ജർമ്മൻ പഠിക്കുന്ന സമയത്ത് ഭരണജ്ഞാനം പള്ളിയിൽ കുർബാനയ്ക്ക് പോകുമ്പോഴത്തേക്കും വേറൊരു ദിവസവും ഇല്ല എൻ്റെ ഏതെങ്കിലും ഒരു എക്സാം ദിവസം. അത് എന്താണെന്ന് എനിക്കറിയില്ല. കറക്റ്റ് എക്സാമിൻ്റെ ദിവസം ഞങ്ങൾ 3 പേരുണ്ട്. പക്ഷേ അവർക്ക് കിട്ടിയില്ലെങ്കിലും എനിക്കെന്നും എക്സാമിൻ്റെ സമയത്ത് ഒരു പത്രം എവിടെ നിന്നാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് കിട്ടത്തില്ല. പക്ഷേ കുർബാന കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോൾ എനിക്ക് ആരെങ്കിലും കൊണ്ട് തരും. അത് തരുന്നത് എൻ്റെ എക്സാം ദിവസമായിരുന്നു. അപ്പം തൊട്ടേ എനിക്ക് മനസ്സിലായി ഞാൻ ഈ ഉടമ്പടിയിലേക്ക് വരും എന്ന്. അങ്ങനെ എൻ്റെ A1 to B2 കഴിഞ്ഞു. ഞാൻ B2 കഴിഞ്ഞിട്ട് ഒരു 6 മാസത്തോളം ഞാൻ ഡേറ്റ് കിട്ടാതെ സത്യമായിട്ടും ഒത്തിരി വിഷമിച്ചു. എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട്, ഒരു അങ്കിളും ജർമ്മൻ പഠിച്ചതാണ്. അങ്കിൾ എനിക്ക് കുറേ ഏജൻസിൻ്റെ നമ്പർ തന്നു. ഒരു 7 കോൺടാക്ട് നമ്പറെങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരെ എല്ലാം കോൺടാക്റ്റ് ചെയ്യും. അവർ പറയും, ഓക്കെ ഇപ്പോൾ സ്ലോട്ടില്ല, ഞാൻ വിളിക്കാം, സേവ് ചെയ്തേക്കാം എന്ന് പറയും. എന്നിട്ട് ഞാൻ ആ ടൈം വീണ്ടും അവരോട് ചോദിക്കുമ്പോഴത്തേക്കും അവർക്ക് എന്നെ സ്ലോട്ടില്ല, അവർക്ക് ഒരു വിധത്തിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ കേരളത്തിൽ എഴുതണമെങ്കിൽ കൊച്ചി ട്രിവാൻഡ്രം നമ്മൾ തന്നെ മെയിലെടുത്താണ് എഴുതുന്നത്. അതും ഇത്ര നമ്പർ ഓഫ് സീറ്റ്സേ ഉള്ളൂ, അയക്കുന്നത് ഒത്തിരി പിള്ളേരും. അങ്ങനെ ഞാൻ ട്രൈ ചെയ്തിട്ടും എനിക്ക് കിട്ടുന്നില്ല. അപ്പം എന്താ മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. എൻ്റെ ജീവിതത്തിൽ എന്നാ തടസ്സം എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഒന്നും ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല, പ്രാർത്ഥിക്കുന്നുണ്ട്, ഈശോയുടെ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കുമാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ആ ഒരു സമയത്താണ് എൻ്റെ പപ്പയും മമ്മിയും മരിച്ചുപോയത്. അപ്പം അത് രണ്ടും നടന്നത് ഒരു വർഷം തന്നെ 8 മാസത്തിൻ്റെ വ്യത്യാസത്തിൽ. അപ്പം ഞാനിങ്ങനെ എനിക്ക് ഡേറ്റ് കിട്ടാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈ ഒരു മരണവും കൂടെ. അപ്പോൾ ഇത് രണ്ടും വന്നപ്പോൾ എനിക്ക് ഒത്തിരി ഞാൻ തളർന്നു പോയി. അവിടെ വെച്ചൊക്കെ നമ്മുടെ സിറ്റുവേഷൻ സത്യം പറഞ്ഞാൽ ആർക്കും മനസ്സിലാവത്തില്ല. എന്തുകൊണ്ട് അവിടെ പോയി എക്സാം എഴുതുന്നില്ല, ഇവിടെ പോയി എക്സാം എഴുതുന്നില്ല എന്നൊക്കെ അവർ ചോദിക്കും. പക്ഷേ ഞാൻ അതിന് വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ട്രൈ ചെയ്തു. എൻ്റെ പേരൻസ് എത്ര കാശ് മുടക്കാനും തയ്യാറായിരുന്നു. ഒത്തിരി ഉണ്ടായിട്ടല്ല, പക്ഷേ ഞങ്ങൾ രക്ഷപ്പെടണം എന്നുള്ള രീതിയിൽ അവരും ഹെൽപ്പ് ചെയ്തു. പക്ഷെ ഞാൻ ഒരു 7 കോൺടാക്ട് നമ്പേഴ്സ് കിട്ടി. ഞാൻ ഓരോരുത്തരെ മാറി മാറി വിളിച്ചു. ഓരോ തവണ അങ്കിൾ വരുമ്പോഴും അവർ ചോദിച്ചു, പക്ഷെ അവർക്ക് ഒരു ആൻസർ ഇല്ല. അവർക്ക് ആർക്കും എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ഡൗൺ ആയിട്ട് നിന്നൊരു സമയത്താണ് ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുന്നത്. ഞാനത് എടുക്കുന്നത് November 2023 November 4 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ അധികം നിയോഗം ഒന്നും വെച്ചിട്ടില്ല. ഞാൻ ഈ ജർമ്മൻ ലാംഗ്വേജിൻ്റെ കാര്യം മാത്രമേ വെച്ചുള്ളൂ. എനിക്ക് ഒരുപാട് നിയോഗങ്ങളുണ്ടെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആ കാര്യമായിരുന്നു. അങ്ങനെ ഞാൻ നിയോഗം വെച്ചു. അപ്പം 6-7 മാസത്തോളം ഒരു ഗ്യാപ്പ് വന്നു. ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകാനായിട്ട് നല്ല പേടി ഉണ്ടായിരുന്നു. കാരണം സ്പീക്കിങ്ങും മറ്റും മൊഡ്യൂൾസൊക്കെ ആണെങ്കിലും നമുക്ക് ആ ഒരു ടച്ച് വിട്ട് കഴിഞ്ഞാൽ എന്താകും എന്നറിയില്ല. അപ്പം ഞാനിങ്ങനെ ഈശോയുടെ മാതാവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു, എനിക്ക് ഇത്രയും ഗ്യാപ്പുണ്ട്, ഞാൻ എന്നാ ചെയ്യും,
ഞാനിപ്പോൾ ഓക്കെ ഞാൻ ഉടമ്പടി എടുത്തു, എനിക്കിനി എല്ലാ അനുഗ്രഹങ്ങളും വരും. പക്ഷെ ഞാൻ പെട്ടെന്ന് പോയി ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതുമ്പോൾ എന്താവും എന്ന് എനിക്കറിയില്ല, വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്യുമ്പോൾ. അങ്ങനെ ഞാൻ ജസ്റ്റ് ഈശോയുടെ മാതാവിനോട് സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ പറഞ്ഞത് എനിക്ക് ഇത്രയും ഗ്യാപ്പ് ഉണ്ടെന്ന്. അത് ഈശോയും മാതാവും കേട്ടു. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആദ്യമായിട്ട് B2 വരെ അവിടെ പഠിച്ച പിള്ളേർക്ക് ഫ്രീ ആയിട്ട് പ്രിപ്പറേഷൻ, അത് അക്കോമഡേഷൻ്റെ ഫുഡിൻ്റെ മാത്രം ചാർജ്, ക്ലാസ്സിന് ചാർജ് ഇല്ല. ആ രീതിയിൽ ഫസ്റ്റ് ടൈം എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. അവിടെ ഫസ്റ്റ് ബാച്ചിൽ എനിക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റി. അതൊക്കെ നടന്നത് ഈ ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം. അങ്ങനെ ഒരു 3 ആഴ്ചത്തെ പ്രിപ്പറേഷൻ ക്ലാസ് ആയിരുന്നു. ഞാൻ അവിടെ പോയി. അപ്പം അതിനോടൊപ്പം തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് എനിക്കെന്നും കുർബാനയ്ക്ക് പോകാനായിട്ട് ഒരു വഴിയില്ല. അപ്പം ഞാൻ ജർമ്മൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് എന്നും പള്ളിയിൽ പോകാൻ പറ്റി. അതൊക്കെ ഓരോ കുർബാനയും എനിക്ക് ഒത്തിരി ശക്തി തന്നു മുന്നോട്ട് പോകാനൊക്കെ, എൻ്റെ പഠനത്തിലൊക്കെ. പക്ഷേ വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് അങ്ങനെ പള്ളിയിൽ പോകാനായിട്ട് പറ്റിയില്ല. അതൊക്കെ എനിക്ക് സങ്കടമായിരുന്നു. എന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്തിട്ടും എനിക്ക് പള്ളിയിൽ പോകാനായിട്ട് ഒരു വഴിയില്ല. ഞാനത് ഈശോയുടെ മാതാവിനോടും പറഞ്ഞു. ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറയുന്നവരൊക്കെ എത്രത്തോളം അവരുടെ ജീവിതത്തിൽ കുർബാനയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, അതുപോലും പറ്റുന്നില്ലല്ലോ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ജനുവരിയിൽ ഞാൻ പ്രിപ്പറേഷന് ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും ഗുരുകുല എന്നാണ് പറയുന്നത്. അവിടെ തന്നെ ടീച്ചേഴ്സും പിള്ളേരും സ്റ്റേ ആണ്. അവിടെ നമുക്ക് ചാപ്പലുണ്ട്, കുർബാനയുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാനിങ്ങനെ ഒരു കുർബാന പോലും കാണാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞ അവസരത്തിൽ അത്രയും പിള്ളേർക്കും ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് കുർബാന ഓർഗനൈസ് ചെയ്യാനായിട്ട്, അതായത് ഡ്യൂട്ടി ഉണ്ട്. നമ്മുടെ കപ്പ്യാർ എന്നൊക്കെ പറയുന്ന പോലെ ആ കപ്പ്യാർ ഡ്യൂട്ടി എനിക്ക് തരുവാണ്. അതിന് വേണ്ടിയിട്ട് നറുക്കിടയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ടീച്ചർ ഡയറക്റ്റ് എന്നെ വിളിക്കുവാണ്. അങ്ങനെ ഒരു കുർബാന പോലും കാണാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞ് എനിക്ക് എൻ്റെ ടീച്ചേഴ്സിനും എൻ്റെ കൂട്ടുകാർക്കും വേണ്ടിയിട്ടൊക്കെ കുർബാന ഓർഗനൈസ് ചെയ്യാനായിട്ട് ഈശോ എന്നെ ഒരുക്കി. അതെന്നെ ഒത്തിരി അത്ഭുതപ്പെടുത്തി. അവിടെ തൊട്ട് ഞാൻ മുന്നോട്ട് പോയി. തടസ്സങ്ങളൊക്കെ വന്നു, പക്ഷേ എങ്കിലും അവസാനം എത്രയൊക്കെ സങ്കടങ്ങൾ വന്നാലും അവസാനം ഈശോയും മാതാവും എന്നെ രക്ഷിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ ആ ക്ലാസ് അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഡേറ്റ് തന്നു. 6 മാസത്തോളം നടക്കാതിരുന്ന കാര്യമാണ്. ഉടമ്പടി എടുത്തിട്ട് എനിക്ക് പഠിക്കാനായിട്ട് അവസരം തന്നു, എക്സാമിന് ഡേറ്റ് എടുത്ത് തന്നു. അങ്ങനെ ഞാൻ എല്ലാം ഓരോരോ മൊഡ്യൂൾ വെച്ചൊക്കെയാണ് എനിക്ക് തന്നത്, ഡേറ്റും ഒക്കെ. അതെല്ലാം ആദ്യത്തെ ഒരു തവണ മാത്രം ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി ഉള്ളൂ. പിന്നെ എനിക്ക് സെൽഫായിട്ട് കൊച്ചി ട്രിവാൻഡ്രം സീറ്റ് എടുക്കാനായിട്ട്, അത് ആ സമയത്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജർമ്മൻ പഠിക്കുന്ന കുറേ പിള്ളേരെല്ലാം കൂടെ ചേർന്നൊരു ഗ്രൂപ്പുണ്ട്, റോസറി ചെയിൻ എന്നാണ് പറയുന്നത്. അവിടെ 1 വർഷത്തോളമായിട്ട് പിള്ളേർ മുടങ്ങാതെ എന്നും ഒരു സമയത്ത് ഒരുമിച്ച് കൂടി ജപമാല ചൊല്ലും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും, എല്ലാവരുടെയും നിയോഗവും സമർപ്പിക്കും. നമുക്ക് എന്ത് സ്ട്രഗിൾ വന്ന് നമ്മൾ ഡൗൺ ആയാലും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈശോയുടെ മാതാവിൻ്റെ ഒരു പ്രസൻസ് പോലെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കുറേ പിള്ളേരുണ്ട്. അപ്പം അങ്ങനെ ഒരു ഗ്രൂപ്പിൽ എൻ്റെ ഒരു ഫ്രണ്ട് വഴി എന്നെ ആഡ് ചെയ്തതാണ്. അപ്പം അങ്ങനെ അവിടെയും ജപമാലയൊക്കെ ചൊല്ലുന്നുണ്ട്. ആ രീതിയിൽ അങ്ങനെ ഒരുപാട് വിധത്തിൽ ജപമാലയിലോട്ടൊക്കെ എന്നെ അടുത്തു. അപ്പം അങ്ങനെ ക്ലാസ് പോകുന്നു, ജപമാലയും എല്ലാം ഉണ്ട്. ആ ഒരു സമയത്താണ് ഹോസ്റ്റലിൽ ഞാൻ പ്രിപ്പറേഷനൊക്കെ പോയ സമയത്തും ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് എനിക്ക് ജപമാലയുടെ ഇമ്പോർട്ടൻസ് കുറച്ചും കൂടെ മനസ്സിലായി. അതിന് മുന്നേ വരെ കുടുംബ പ്രാർത്ഥനയിൽ ജപമാല ചൊല്ലും, അല്ലാതെ ഞാൻ പേഴ്സണൽ പ്രെയർ കുറേ ചൊല്ലുമെങ്കിലും അതിൽ ജപമാല മാത്രം ഇല്ലായിരുന്നു. അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ജപമാലയുടെ ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലായി. ഞങ്ങൾ പ്രിപ്പറേഷൻ ക്ലാസ്സിൽ എന്തൊക്കെ ഡ്യൂട്ടി ഉണ്ടെങ്കിലും ഒരു സമയത്ത് ഞങ്ങളുടെ റൂമിലിരുന്ന് എല്ലാവരും കൂടെ ചൊല്ലുകയൊക്കെ ചെയ്യും. അതിൽ പകുതി പേരും ഉടമ്പടി എടുത്തവരുമാണ്. അങ്ങനെ ഞാൻ പോയി, എനിക്ക് ഓരോന്നോരോന്നായിട്ട് ഡേറ്റ് കിട്ടി, എക്സാം അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. റൈറ്റിംഗ് എനിക്ക് എന്തെങ്കിലും എഴുതാനായിട്ട് പറ്റുമായിരുന്നു. സ്പീക്കിംഗ് ഒക്കെ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടി. ഷൈബനായിരുന്നു. റൈറ്റിംഗ് ആയിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ്. പക്ഷേ എനിക്ക് അതിന് ഈശോ മാതാവ് എന്നെ മനസ്സിലാക്കി തന്നു എൻ്റെ കഴിവൊന്നും അല്ല എന്ന്. കാരണം എനിക്ക് എഴുതിയിട്ടും 55, 60 വേണ്ടടുത്ത് 52, 55 അങ്ങനെ സ്കോർ പോവാണ്. ആദ്യമൊക്കെ സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മനസ്സിലാക്കി എനിക്ക് കിട്ടാത്തതൊക്കെ അതിന് പിന്നിൽ ഈശോയുടെ, അത് അച്ഛൻ്റെ ടോക്കിലൂടെ കിട്ടിയതാണ്. ഒരു ദിവസം ധ്യാനം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും നടക്കാതെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇട്ടിട്ട് പോകും. ഉടമ്പടി ആണെങ്കിലും പ്രാർത്ഥന ആണെങ്കിലും ഇട്ടിട്ട് പോകും. എന്തിനാണ് പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ പറയും. പക്ഷേ അവിടെ ഈശോയുടെ മാതാവിൻ്റെ ഒരു പദ്ധതി ഉണ്ട്, നമ്മളെക്കുറിച്ചുള്ളൊരു പദ്ധതിയാണ്. അത് തന്നെയാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയ വചനം. അപ്പം ഞാനങ്ങനെ ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ട് പോയി. ഓരോന്നോരോന്നായിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്ത് ഈശോ മാതാവ് എന്നെ നടത്തി, ഡേറ്റ് തന്നു, എക്സാം എഴുതിപ്പിച്ചു. അങ്ങനെ ഞാൻ പോകുമ്പോഴത്തേക്കും ഞാൻ ഈ ഉടമ്പടിയിൽ കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് എൻ്റെ പേരൻസ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടാണ്. അവരെനിക്ക് പൈസ തന്ന് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യാറ്. അപ്പം ഞാൻ ഈ കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ മാതാവിനോട് ഈശോയോടും പറയും, ഇതിനകത്ത് എൻ്റെ ഒരു ഇതുമില്ല,
പൈസ മുടക്കുന്നതൊക്കെ എൻ്റെ പേരൻസാണ്. അവരെനിക്ക് തരുന്നു, ഞാൻ അവരോട് ചെയ്യുന്നു എന്നുള്ളൂ. എൻ്റെ ഒരു ഹാർഡ് വർക്കും ഇതിനകത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. അതും ഈശോയും മാതാവും കേട്ടു. മാർച്ച് 19 ഔസേപിതാവിൻ്റെ ദിവസം ഞാൻ ഫസ്റ്റായിട്ട് എൻ്റെ 19 ഇയേഴ്സിൽ എൻ്റെ ഒരു ടീച്ചിങ്ങിലേക്കുള്ളൊരു എനിക്കൊരു തന്നൊരു ജർമ്മൻ്റെ ട്യൂറ്ററായിട്ട് തന്നെ. അതും ഞാൻ ആദ്യം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അപ്ലൈ ചെയ്തു. അവർ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിനുശേഷം കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞ് വെച്ചു. ആ ഒരു സമയത്ത് തന്നെ ഇവിടെ ഉടമ്പടി എടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു അച്ഛൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് തന്നു. അവിടെ ഇൻ്റർവ്യൂ ഒന്നും ഇല്ലായിരുന്നു, ഡയറക്റ്റ് കയറി. അവിടെ ഞാൻ മാർച്ച് 19 ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോഴാണ് ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിളിക്കുന്നത്. അവിടെ നിന്നും എനിക്ക് ക്ലാസ് അവർ അലോട്ട് ചെയ്തു തന്നു. അങ്ങനെ അറ്റ് എ ടൈം എൻ്റെ വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് 2 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കാനുള്ള വഴി ഈശോയും മാതാവ് എനിക്ക് തന്നു. ആ പൈസ കൊണ്ട് എനിക്ക് കാരുണ്യ പ്രവർത്തനങ്ങൾ എന്നെക്കൊണ്ടാവുന്ന വിധം ചെയ്യാനായിട്ട് എന്നെ ഉയർത്തി. അപ്പം ചെറുതും വലുതായിട്ട് ഞാൻ പറയുന്ന ഓരോ സങ്കടങ്ങൾക്കും അപ്പം കിട്ടിയില്ലെങ്കിലും എനിക്ക് ഈശോയും മാതാവും ഒരു വഴി തുറന്ന് കാണിക്കുന്നു. ഇത് നീ പറയുന്ന ചെറിയ കാര്യം പോലും ഞാൻ കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു. അങ്ങനെ മുന്നോട്ട് പോയി. ഞാനാണെങ്കിൽ എൻ്റെ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പ്രോസസ്സിങ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഓസ്ട്രിയ മതിയോ അങ്ങനെ എല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞിരിക്കുമ്പോഴും പിന്നെ കുറേ നാളായിട്ട് ഞാൻ ക്ലാസ്സും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. അപ്ഡേഷൻസ് ഒന്നും ഇല്ല. അപ്പം ഞാൻ പഠിപ്പിച്ച ഒരു ചേട്ടൻ വേറൊരു ഏജൻസിക്ക് എൻ്റെ നമ്പർ കൊടുത്തു. എന്നിട്ട് അവർ വഴി കോൺടാക്ട് ചെയ്തപ്പം അത്യാവശ്യം എക്സ്പെൻസീവാണ്. അപ്പം വീണ്ടും എനിക്ക് മുടക്കാനായിട്ട് അത്രയും ക്യാഷ് മുടക്കി പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് വിചാരിച്ച് ഞാൻ വേണ്ടാന്ന് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ എങ്കിലും അവരിടയ്ക്കിടയ്ക്ക് എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അച്ഛനുമായിട്ട് സംസാരിക്കുന്നുണ്ട്, അപ്ഡേഷൻസ് തരാമെന്ന് പറയുന്നല്ലാതെ അത്യാവശ്യം ലാഗായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള ജപമാല റാലി. ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ്. ഒത്തിരി പേര് പങ്കെടുക്കുന്ന ജപമാലയിൽ ഞാൻ ഉടമ്പടി എടുത്ത ഫസ്റ്റ് ടൈമാണ്. ഈ 2024 ഉടമ്പടി റാലിയിൽ എനിക്ക് പങ്കെടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ആ ഒരാഴ്ച മുന്നേ ആണ് എനിക്കൊരു പ്രചോദനം ഈശോയും മാതാവും തന്നാണ്. ചെരുപ്പിടാതെ ഇവിടം തൊട്ട് നടക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. ഞാൻ പ്രത്യേകിച്ച് നിയോഗമൊന്നും ജപമാല റാലിയിൽ വെച്ചില്ല. എനിക്കിത് ഞാൻ എങ്ങനെ തുടങ്ങുന്നു അങ്ങനെ തന്നെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം, ഈ പങ്കെടുക്കുന്നതിൽ ഒരൊറ്റ ആളായാൽ മതി എന്നും പറഞ്ഞ് നിയോഗം വെച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അങ്ങനെ ഞാൻ ജപമാല റാലി ഭംഗിയായിട്ട് പൂർത്തീകരിച്ചു. ഒത്തിരി സന്തോഷമായി. ഞാൻ ഫോണൊന്നും യൂസ് ചെയ്തിട്ട് എൻ്റെ ബാഗിലായിരുന്നു ഫോൺ. ഞാൻ ഇവിടുന്ന് ചങ്ങനാശ്ശേരി വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രി ഞാൻ മൊബൈൽ എടുത്തപ്പോഴത്തേക്കും ആ ഏജൻസിയിൽ, അതായത് പുതിയ ഏജൻസിയിൽ നിന്ന് എന്നെ കോൺടാക്ട് ചെയ്തു. അവർ അതിന് മുന്നേ ഒക്ടോബർ 20 എന്നെ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, അനീറ്റ കുറേ നാളായില്ലേ നീ ശ്രമിക്കുന്നു, നീ ജസ്റ്റ് 2000 റുപ്പീസ് കൊടുത്ത് രജിസ്റ്റർ ചെയ്തിട്ട് നീ പ്രോസസ്സിങ് വേണ്ടോ വേണ്ടയോ എന്ന് പിന്നെ തീരുമാനിക്കുമ്പോൾ ജസ്റ്റ് രജിസ്റ്റർ ചെയ്തിടാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ മറ്റേ ഏജൻസിയിൽ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും നടക്കുന്നില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് 2000 രൂപ കൊടുത്ത് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ട് അത് നടക്കുന്നത് ഒക്ടോബർ 24 ഞാൻ പൈസ അടയ്ക്കുന്നത്. 26-ാം തീയതി ഞാനിവിടെ ജപമാല റാലിയിൽ പങ്കെടുത്തു. ഞാൻ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അന്ന് എനിക്ക് മെസ്സേജ് വന്നിരിക്കുവാണ്, എൻ്റെ ഫസ്റ്റ് ലെവൽ ഇൻ്റർവ്യൂ ഒക്ടോബർ 28, അതായത് ശനിയാഴ്ച ഇവിടെ വന്നു, തിങ്കളാഴ്ച എനിക്ക് ഫസ്റ്റ് ലെവൽ ഇൻ്റർവ്യൂ ആണെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിരിക്കുവാണ്. അപ്പം അന്ന് ശനിയാഴ്ച ഇൻ്റർവ്യൂ ക്ലാസ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ പങ്കെടുത്തില്ല. ഇവിടെ ആയിരുന്നതുകൊണ്ട് ഞാൻ പങ്കെടുത്തില്ല. അപ്പം ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മമ്മിയോട് ഞാനിങ്ങനെ പറഞ്ഞു, മമ്മി മെസ്സേജ് വന്നിട്ടുണ്ട് 29-ാം തീയതി ഇൻ്റർവ്യൂ എന്നാണ് പറയുന്നത്, ഞാനൊന്നും പ്രിപ്പയർഡ് അല്ല. മമ്മി പറഞ്ഞു, നീ ജപമാല റാലിയിലൊക്കെ പങ്കെടുത്തതല്ലേ, അപ്പോൾ ഈശോയും മാതാവും നിനക്ക് വേണ്ടി തരുന്നതായിരിക്കും, നീ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വിശ്വാസത്തോടു കൂടി അറ്റൻഡ് ചെയ്തു. പക്ഷെ ഞാൻ കയറുന്നതിന് മുന്നേ ഞാൻ ഈശോയുടെ മാതാവിനോടും പറഞ്ഞത്, ഈ ഏജൻസി വഴി പോകണോ വേണ്ടയോ എന്നുള്ളത് എനിക്ക് അറിയില്ല, എക്സ്പെൻസീവ് ആണെങ്കിലും ഈശോയ്ക്കും മാതാവിൻ്റെ ഇഷ്ടം പോലെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും, തോറ്റാലും എനിക്ക് സാരമില്ല. ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, ഈശോയ്ക്കും മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എനിക്ക് ഇൻ്റർവ്യൂ തന്നാൽ മതി. അങ്ങനെ പറഞ്ഞ് ഞാൻ അതിന് മുന്നേ വരെ എനിക്ക് പാസ്സാക്കണം, അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇവിടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈശോയുടെ ഇഷ്ടം മാതാവിൻ്റെ ഇഷ്ടം നോക്കി അവർ പ്രാർത്ഥിക്കുന്നത്. അപ്പം ഞാൻ ചിന്തിച്ചിട്ട് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നതെന്ന്. അങ്ങനെ അവിടെ നിന്ന് തന്നെ ഇവിടം വരെ ഉയർത്തി. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുന്നേ ഉടമ്പടി എടുത്തപ്പോൾ മുതൽ ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കളും എൻ്റെ കൊന്തയിൽ കാശ്രൂപം ഞാൻ ആക്കി, അത് എവിടെ പോയാലും എൻ്റെ കയ്യിൽ അതുണ്ട്. ഇവിടെ സാക്ഷ്യം പറയുന്നത് പോലെ തന്നെ ഒരു ആയുധമായിട്ട് കൊണ്ട് നടക്കും. അങ്ങനെ ഞാൻ മുട്ടയിൽ നിന്ന് കൊന്ത ചൊല്ലി ഞാൻ ഈ ഇൻ്റർവ്യൂ സമർപ്പിച്ചു. ഈശോയ്ക്ക് മാതാവിൻ്റെ ഇഷ്ടം നടന്നാൽ മതി, എൻ്റെ വേറൊരു കാര്യമില്ല, ഈശോയുടെ മാതാവിൻ്റെ ഇഷ്ടം നടന്നാൽ മതി എന്ന് പറഞ്ഞ് ജപമാല ചൊല്ലി, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, ഉപ്പ് വിതറി, ഞാൻ തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ളത് ഞാൻ ചെയ്തു. അത് ഈശോയുടെ മാതാവിന് ഇഷ്ടം നടന്നാൽ മതി, പാസ്സാണേലും ഫെയിലാണേലും. അങ്ങനെ ഞാൻ അറ്റൻഡ് ചെയ്തു. രാത്രി ഒരു 8 മണിക്കായിരുന്നു. അപ്പം ഞാൻ കയറിയപ്പോഴത്തേക്കും ആദ്യത്തെ 3 ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ ചെയ്തു. പിന്നെ ഞാൻ പറയുമ്പോൾ അവർ പറഞ്ഞത് എൻ്റെ ഡേറ്റ സ്റ്റേബിൾ അല്ല, അവർക്കൊന്നും കേൾക്കത്തില്ല എന്നായിരുന്നു. അപ്പം ഞാൻ എൻ്റെ റൂമിൽ തന്നെ, എൻ്റെ പേരൻസ് പുറത്ത്, അപ്പം എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഡേറ്റ റീസെറ്റ് ചെയ്യാനൊക്കെ നോക്കി, എന്നിട്ടും അവർക്ക് കേൾക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്.
ഞാൻ എന്നിട്ട് ഒത്തിരി ടെൻസ്ഡായെങ്കിലും ഞാൻ ഓക്കെ, ഞാൻ പ്രാർത്ഥിച്ചത് അതല്ലേ, ഈശോയുടെ മാതാവിൻ്റെ ഇഷ്ടം അതായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ എങ്ങനെയോ അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പറഞ്ഞു, അവർക്കൊന്നും കേൾക്കത്തില്ലായിരുന്നു, നെറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു, നമുക്ക് കിട്ടത്തില്ലായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പപ്പയും അമ്മയും പറഞ്ഞു നമുക്ക് നോക്കാം, ഈശോയുടെ പ്ലാനല്ലേ എല്ലാവരും നടക്കുകയുള്ളൂ എന്ന്. അവരും സപ്പോർട്ടായിരുന്നു. അങ്ങനെ 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇൻ്റർവ്യൂവിൻ്റെ ഞാൻ ഏജൻസിയിലുള്ള അവിടുത്തെ എൻ്റെ മെൻറ്ററിനോട് ഞാൻ പറഞ്ഞു, എന്നോട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ. അപ്പോൾ ഞാൻ പറഞ്ഞു മാം അവർക്കൊന്നും കേൾക്കത്തില്ലായിരുന്നു പറഞ്ഞ് പാസ്സാവാൻ നോ ചാൻസ് എന്ന് തന്നെ ഞാൻ ഇട്ട് കൊടുത്തു. അപ്പം ഓക്കെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. 2-3 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ സെലക്റ്റഡായി. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പ്ലാനല്ല, ഇതിലെൻ്റെ ഒരു കാര്യവുമില്ല, ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യവുമില്ല എനിക്ക് തരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ജീവിതം ഈശോയും മാതാവ് ഏറ്റെടുത്തു. അത് കഴിഞ്ഞിട്ട് November 7th എൻ്റെ സെക്കൻഡ് ലെവൽ ഇൻ്റർവ്യൂ. അതും 7-ാം തീയതി മാതാവുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ് തന്നെയാണ്. അപ്പം അതിനും ഞാൻ ഇതേ സെയിം റുട്ടീൻ തന്നെ ഞാൻ ജപമാല ചൊല്ലി തൈലം പൂശി എല്ലാം എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു. ഞാൻ പ്രാർത്ഥിച്ച ഒരു കാര്യമേ ഉള്ളൂ, സെക്കൻഡ് ലെവൽ ഇൻ്റർവ്യൂ ആണ്. ഇതും ഈശോയ്ക്ക് മാതാവിന് ഇഷ്ടമാണെങ്കിൽ തന്നാൽ മതി, എന്നെ തോപ്പിക്കുകയാണെങ്കിൽ തോപ്പിച്ച കുഴപ്പമില്ല, ഈശോയുടെ മാതാവിന് ഇഷ്ടം നടന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അത് അത്യാവശ്യം നല്ല രീതിയിൽ അവസാനിച്ചു. പ്രശ്നങ്ങളൊന്നും ആദ്യത്തെ പോലെ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം റിസൾട്ട് വന്നു, എനിക്ക് പാസ്സായി. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എൻ്റെ ഈ സാക്ഷ്യത്തിൽ ഏറ്റവും വലിയൊരു പാർട്ട് എന്ന് പറയുന്നത് മറ്റേ അഖണ്ഡ ജപമാല റാലിയാണ്. ഒന്ന് പങ്കെടുക്കണം എന്ന് ആഗ്രഹിച്ച എനിക്ക് അവിടെ ചെന്നപ്പോൾ തന്നെ ഫസ്റ്റ് സമ്മാനം മാതാവ് ഈശോയും തന്നു. ഞാൻ വിചാരിച്ചത് പോലും അല്ല ഈ ഒരു ഇൻ്റർവ്യൂ, ഈ ഒരു യാത്ര ഇനി മുന്നോട്ട് സമയം എടുക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന എനിക്ക് അവിടെ ചെന്ന ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ എനിക്കൊരു ഗിഫ്റ്റ് തന്നേക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് മനസ്സിലായി എൻ്റെ ജർമ്മൻ്റെ കാര്യങ്ങൾ ഫുൾ ഈശോയും മാതാവ് ഏറ്റെടുത്തെന്ന്. അങ്ങനെ ഞാൻ November 7th എൻ്റെ ഇൻ്റർവ്യൂ റിസൾട്ട് വന്ന് പാസ്സായി. VFS വെക്കുമ്പോഴത്തേക്കും എനിക്കായിരുന്നു ഫസ്റ്റ് ഡേറ്റ്. December 16th എൻ്റെ VFS അപ്പോയിൻമെൻറ്റ്. ഞാൻ അപ്പോഴും തൈലം പൂശിയൊക്കെയാണ് കൊടുത്തത്. ടെൻഷനൊന്നും ഇല്ലായിരുന്നു, കാരണം ഇത്രയും നടത്തിയതും ബാക്കി ഈശോ മാതാവ് നടത്തും, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാലും അതൊക്കെ തരണം ചെയ്യും. വേണ്ട ഓക്കെ ഫെയിൽ ആവുമോ എന്തെങ്കിലും റിജക്ഷൻ വരുവാണെങ്കിലും അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായി തന്നെ ഞാൻ മുന്നോട്ട് പോയത്. അങ്ങനെ എൻ്റെ 16th ഞാൻ വെച്ചു. എനിക്ക് വിസ ഡിസ്പാച്ചായി കിട്ടുന്നത് ഒരു ഞായറാഴ്ചയാണ്, December 29th സൺഡേ ആണ് എനിക്ക് കിട്ടുന്നത്. നോക്കിയപ്പോഴത്തേക്കും ഡിസ്പാച്ചായി അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. സന്തോഷമായി, വലിയൊരു ഗിഫ്റ്റാണ്, ഞാൻ പോലും ആഗ്രഹിക്കാത്തൊരു ഗിഫ്റ്റ് ഈശോ മാതാവ് എനിക്കായി കരുതിയത് കറക്റ്റ് സമയത്ത് തന്നു. അത് കഴിഞ്ഞ് എൻ്റെ കൂടെ വെച്ച ഫ്രണ്ട്സിന് അവർ എല്ലാം ഓരോ ദിവസം മുന്നിട്ടായിരുന്നു വെച്ചിരുന്നത്, പക്ഷെ അവർക്ക് ആർക്കും വിസ കിട്ടിയില്ല. ക്രിസ്മസിൻ്റെ വെക്കേഷൻ, ന്യൂ ഇയർ വെക്കേഷൻ എന്നൊക്കെ റീസൺ പറയുന്നത്, പക്ഷേ അവർക്കൊക്കെ വരുന്നത് ജാനുവരി പകുതി കഴിഞ്ഞപ്പോഴാണ് അവർക്കെല്ലാം ഓരോരുത്തർക്കും വിസ വരുന്നത്. അപ്പം അവിടെയും എൻ്റെ കാര്യത്തിൽ ഒരു തടസ്സമില്ലാതെ 16ാം തീയതി വെച്ച് എനിക്ക് December 29 തന്നെ മാതാവ് ഈശോയും തന്നു. അങ്ങനെ ഞാൻ ഈ ജപമാല റാലിക്ക് ശേഷം ഞാൻ സങ്കടം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, തടസ്സം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. കാരണം ഞാൻ അടുത്തൊരു ചെറിയ എഫോർട്ടാണ് ആ നടത്തം, അത് മാതാവ് ഈശോയും കണ്ടു, അതെനിക്ക് മനസ്സിലായി. അന്ന് തൊട്ട് എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളായിരുന്നു. പഠിപ്പിക്കാനായിട്ട് എനിക്ക് സമയം തന്നു, 2 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള അവസരം തന്നു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് ഈശോയും തന്നു. പിന്നെ എൻ്റെ ലൈഫിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ഫാമിലി ഫ്രണ്ട് ഒരു ആൻറ്റി 15 വർഷത്തോളം അവർ സ്ഥലക്കച്ചവടം നടക്കാതായിട്ട് ഒത്തിരി അവർ നോക്കി, നല്ല സൗകര്യമുള്ള സ്ഥലം, പ്രത്യേകിച്ച് യാതൊരു കുഴപ്പമില്ല, പക്ഷേ കച്ചവടം നടക്കുന്നില്ല. അപ്പം ഞാനിങ്ങനെ കൃപാസനം നല്ല ഫേമസ് ആണ്, എല്ലാവർക്കും എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം ഞാൻ കൃപാസനത്തിൽ വരുന്ന കാര്യമൊക്കെ, എല്ലാവരും വിശ്വാസികളാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു നീ പ്രാർത്ഥിക്കണം, ഉപ്പിട്ട് പിന്നെ അതേപോലെ തന്നെ കാശുരൂപം വെച്ചൊന്ന് പ്രാർത്ഥിക്കണം, അത് കച്ചവടം നടക്കാൻ വേണ്ടിയിട്ടെന്ന്. അപ്പം ഞാൻ എൻ്റെ ഉടമ്പടി നിയോഗത്തിലില്ലായിരുന്നു, ഞാനപ്പം പുതുക്കാറാവുന്നേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ ലൈറ്റ് ക്യാൻഡി പ്രെയർ റിക്വസ്റ്റ് ഇട്ടിട്ട് ഞാനും മമ്മിയും കൂടെ പോയി അവിടെ ഇരുന്ന് വിശ്വാസം പ്രഖ്യാപിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ അവിടെ ഉപ്പിട്ടു. 4 മാസത്തിനുള്ളിൽ 15 വർഷത്തോളം മേലെയായി നടക്കാത്ത സ്ഥലക്കച്ചവടം 4 മാസത്തിനുള്ളിൽ അവരാഗ്രഹിച്ച വിലയ്ക്ക് കച്ചവടം നടന്നു. അത് ആ ആൻറ്റി തന്നെ പറഞ്ഞു, കൃപാസനത്തിൽ ഞാൻ പോയി ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ്. കാരണം അവരൊത്തിരി അവരുടെ ബന്ധുക്കളും അവരുടെ ഭാഗത്തു നിന്നുള്ളവരൊക്കെ ചെയ്തിട്ട് നടക്കാത്തൊരു കാര്യമാണ് നടന്നത്. ആൻറ്റിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് എൻ്റെ കൂടെ വരാത്തത്. എങ്കിലും ആൻറ്റി ഉറച്ചു വിശ്വസിക്കുന്നത് നടത്തി തന്നത് ഈശോയും മാതാവും ആണെന്ന്. ഇത്രയാണ് എൻ്റെ ജീവിതത്തിൽ തന്ന അനുഗ്രഹങ്ങൾ. അപ്പം ഇതുപോലെ ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാനായിട്ട് എന്നെയും യോഗ്യയാക്കിയതിന് നന്ദി പറയുന്നു. എൻ്റെ ഈ ജർമ്മൻ യാത്ര അത് ഫുൾ ക്രെഡിറ്റ് ഞാൻ എൻ്റെ ഈശോയ്ക്കും മാതാവിനും കൊടുക്കുന്നു. ഈശോയ്ക്ക് മാതാവിന് ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ആവേ മരിയ. എൻ്റെ കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ
ഞാനും അമ്മയും കൂടെ പൊതിച്ചോറൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ വഴിയോരത്തുള്ളവർക്കൊക്കെ ആയിരുന്നു കൂടുതലും കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അല്ലാതെ ഞാൻ എക്സാമിന് ഡേറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞ് കൊച്ചി ട്രിവാൻഡ്രമാണ് കൂടുതലും എഴുതിയത്. അപ്പം എക്സാമിന് പേയ്മെൻറ്റിന് പോകുമ്പോഴും അല്ലെങ്കിൽ എക്സാമിന് പോകുമ്പോഴും ഞാൻ അവിടെ റെയിൽവേ സ്റ്റേഷന്, ബസ് സ്റ്റോപ്പ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് പത്രം കൊടുത്ത് പ്രേക്ഷിത പ്രവർത്തനം നടത്തിയത്. പിന്നെ എനിക്ക് മുല്ലപ്പൂ സുഗന്ധം കിട്ടിയിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരു കെയർ ഹോമിൽ ജസ്റ്റ് ഒന്ന് ഞാൻ ഫ്രീ ആയിരുന്ന സമയത്ത് പഠിപ്പിക്കുന്നതിന് മുന്നേ ഞാൻ ഇങ്ങനെ ജസ്റ്റ് എൻ്റെ ഭാഗത്തു നിന്നൊരു സർവീസ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് ഞാൻ കുറേ പേരെ കോൺടാക്ട് ചെയ്തു. പക്ഷെ അവിടെയൊക്കെ അവർ പറയുന്നത് അവർക്ക് ഓൾറെഡി വോളണ്ടിയേഴ്സ് ഉണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ആരെയും എടുക്കുന്നില്ല, അങ്ങനെ റിജക്ഷനാണ്. പക്ഷേ ആ സമയത്തൊക്കെ എനിക്ക് നല്ല മുല്ലപ്പൂ സുഗന്ധം എൻ്റെ ഭാഗത്തുനിന്ന് ഞാനിങ്ങനെ എഫേർട്ട് ഇടുന്ന കാണുമ്പോൾ മാതാവിൻ്റെ ഒരു പ്രസൻസ് എൻ്റെ കൂടെ വന്നു. അതെനിക്ക് മുല്ലപ്പൂ സുഗന്ധം കിട്ടി. പിന്നെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്ക് സാലറിയിൽ നിന്ന് ഞാൻ ചെയ്തു. എൻ്റെ പേരൻസ് ഹെൽപ്പ് ചെയ്ത് ഞങ്ങൾ പറ്റുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് എന്നെ സഹായിച്ചു. അതൊക്കെ വഴി ഒരുക്കിയത് ഉടമ്പടിക്ക് ശേഷമാണ്. പിന്നെ എൻ്റെ ജീവിതത്തിൽ ആത്മീയമായി വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഇഷ്ടം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഈശോ എനിക്കിത് നടത്തിത്തരണം, മാതാവ് ഇങ്ങനെ നടത്തിത്തരണം, അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഞാനിപ്പം എന്തൊരു കാര്യമാണെങ്കിലും അത് ഈശോയുടെ മാതാവിൻ്റെ ഇഷ്ടമുണ്ടെങ്കിൽ തന്നാൽ മതിയെന്ന്. അതേപോലെ ഒരു സാക്ഷ്യം വിട്ടുപോയത്, എനിക്ക് വളരെ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവുക എന്നുള്ളത്. അപ്പം ഞാനങ്ങനെ അവസാന നിമിഷമാണ്, ഈ ഓൺലൈൻ ക്ലാസ്സൊക്കെ കാരണം അവസാന നിമിഷമാണ് ഞാൻ അപ്ലൈ ചെയ്തത്. എനിക്ക് കിട്ടിയ ഡേറ്റ് ജാനുവരി 10 ആയിരുന്നു. അപ്പം ഓൺലൈൻ ക്ലാസ്സൊക്കെ കാരണം ഫ്രീക്വൻ്റായിട്ട് എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാനോ ഈ പ്രാക്ടീസിനൊന്നും പോകാൻ പറ്റിയില്ല. അപ്പം എന്നെ പഠിപ്പിക്കുന്ന സാറും നല്ലപോലെ എഫേർട്ട് ഇട്ടാണ് ചെയ്തത്. അപ്പം പുള്ളിയുടെ എഫേർട്ടും ഞാൻ ഈശോയ്ക്കും മാതാവിനും കൊടുത്തായിരുന്നു. എനിക്ക് വേണ്ടിയിട്ട് ഇത്ര എഫേർട്ട് ഇടുന്നുണ്ട്. ഞാനിങ്ങനെ ജനുവരി 10 അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴും ഞാൻ പറഞ്ഞു, എൻ്റെ ഒത്തിരി നാളത്തെ സ്വപ്നമാണ്, ഓക്കെ, പക്ഷേ ഞാനിത് പാസ്സാവണം എന്ന് ഈശോയും മാതാവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നാൽ മതി. എനിക്ക് 2 വീലറും 4 വീലറും ഉണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഫെബ്രുവരിയിൽ ഞാൻ പോവുകയാണ്. ഇൻ കേസ് ഏതെങ്കിലും ഒരെണ്ണം എനിക്ക് കിട്ടിയില്ല എങ്കിൽ വീണ്ടും ഡേറ്റ് എടുക്കാനായിട്ടുള്ളൊരു പോസിബിലിറ്റി ഇല്ല. വീണ്ടും ഞാൻ ജർമ്മനിയിലൊക്കെ പോയി തിരിച്ചു വന്ന് ലേണേഴ്സ് തൊട്ട് ആദ്യം തൊട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ എൻ്റെ ഏറ്റവും അവസാനത്തെ ചാൻസാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ജാനുവരി 10 പോകാൻ നേരത്ത് ഞാൻ ഇതേപോലെ പ്രാർത്ഥിച്ചു. ഞാൻ ആ ഗ്രൗണ്ടിൽ ചെന്ന് രാവിലെ പോയി, എൻ്റെ കയ്യിൽ ഉടമ്പടി ഉപ്പുണ്ടായിരുന്നു. ഞാൻ കുരിശാകൃതിയിൽ വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ അവിടെ ഇട്ടു. തൈലം ഞാൻ ഓരോ ടെസ്റ്റിനും 4 ടെസ്റ്റ് ഉണ്ട്, 4 ടെസ്റ്റിന് കയറുന്നതിന് മുന്നേ ഞാൻ കുരിശാകൃതിയിൽ തൈലം പൂശി ഞാൻ പ്രാർത്ഥിച്ചാണ് ഞാൻ കയറിയത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് 2 വീലറും 4 വീലറും കിട്ടി. അതും വലിയൊരു അനുഗ്രഹമാണ്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് ഈശോയും തന്നു. അതൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ആത്മീയമായിട്ടുണ്ടായി. എന്ത് തടസ്സം വന്നാലും എന്ത് പ്രശ്നം വന്നാലും മാതാവ് ഈശോയും കൂടെ ഉണ്ടോ എന്ന് മാത്രമേ ഞാനിപ്പോൾ നോക്കത്തുള്ളൂ. അങ്ങനെ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് ഈശോയും മാതാവും അനുഗ്രഹം തന്നു. എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ആവേ മരിയ. കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം തിരുവചനം അരുളി ചെയ്യുന്നു, സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. ഇവിടെ തൻ്റെ അനീറ്റ എലിസബത്ത് ചാക്കോ തൻ്റെ അനുഭവ സാക്ഷ്യം, തനിക്ക് ജർമ്മനിക്ക് പോകുന്നതിനുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറുന്നതും തനിക്ക് പോകാനായിട്ടുള്ള വഴികൾ തുറന്ന് താൻ ഉടനെ തന്നെ ജർമ്മനിക്ക് പോകുന്നു. അതിനിടയിലുണ്ടായ പ്രതിസന്ധികൾ, തനിക്ക് എങ്ങനെയാണ് താൻ വിചാരിച്ച വഴികളിലൂടെ അല്ലാതെ ദൈവത്തിൻ്റെ വഴികളിലൂടെ തനിക്ക് പോകുവാൻ സാധിച്ചത്, അതൊക്കെ മനസ്സിലാക്കുവാനായിട്ടുള്ള ബോധ്യങ്ങൾ തനിക്ക് എങ്ങനെ ലഭിച്ചു, ഇതെല്ലാമാണ് ഇവിടെ ഈ മകൾ പങ്കുവയ്ക്കുക. താൻ മൂലം മറ്റുള്ളവർക്ക് ലഭിച്ച കൃപകൾ, 15 വർഷമായിട്ട് നടക്കാത്തതൊക്കെ 4 മാസം കൊണ്ട് നടക്കുന്നു. അതുപോലെ തൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ കാര്യം, അവിടെ സമയമില്ല, യാതൊരു രീതിയിലും ഒന്നും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തന്നെ തനിക്ക് ലഭിച്ച കാര്യങ്ങൾ, ജപമാല റാലി, അതിൽ താൻ പങ്കെടുക്കാനിടയാകുന്നത്, തനിക്ക് അന്ന് തന്നെ ലഭിച്ച ഗിഫ്റ്റ്, ഇതൊക്കെ ഈ മകൾ ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ ഇന്ന് തനിക്ക് ജീവിതത്തിൽ എൻ്റെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ, ഇത്രയും നാളും ഞാൻ പ്രാർത്ഥിക്കുന്നത് പോലെ എനിക്ക് ലഭിക്കണമെന്നായിരുന്നു, എന്നാൽ ഇന്ന് ഞാൻ അങ്ങനെയല്ല പ്രാർത്ഥിക്കുക, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് സംഭവിക്കട്ടെ. ബിഹോൾഡ് ഐ ആം ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോഡ്. ഇതാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്, ഇതാ കർത്താവിൻ്റെ ദാസി. ഈ ഒരു മനോഭാവം ഉൾക്കൊള്ളുവാൻ തന്നെയാണ് അമ്മയും ആവശ്യപ്പെടുന്നത്. അങ്ങനെ അവൻ പറയുന്നത് പോലെ ചെയ്യുക. ഇവിടെ ബഹുമാനപ്പെട്ട VP ജോസഫച്ചൻ പറയാറുണ്ട്, നാം ഈ ആലയത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴേ ദൈവത്തിനറിയാം നാം എങ്ങനെയുള്ള വ്യക്തികളാണെന്ന്, നാം ഫ്രോഡാണോ റിയലാണോ, ഇതൊക്കെ ദൈവത്തിനറിയാം. ഈ മകൾക്ക്
തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നുണ്ട്. എന്നാൽ ഒരിടത്തും തനിക്ക് അതിനുള്ളൊരു ചാൻസ് ലഭിച്ചില്ല. എല്ലായിടത്തുമൊക്കെ വോളണ്ടിയേഴ്സ് ഉണ്ടെന്ന് പറയുമ്പോൾ തൻ്റെ മനസ്സറിഞ്ഞ, അതായത് തൻ്റെ ഹൃദയത്തിൻ്റെ ആ മനോഭാവം, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നാം പുറമേ എന്താണെന്നല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ മനോഭാവമാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മെ നിർത്തുന്നത്. ഉടനെ തന്നെ ഈ മകൾക്ക് എപ്പോഴൊക്കെ തനിക്ക് പോകാൻ പറ്റാതെ താൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് തീവ്രമായി ആഗ്രഹിക്കുമ്പോഴും തനിക്ക് പോകാൻ പറ്റാത്തപ്പോൾ തനിക്ക് സുഗന്ധാഭിഷേകം ഉണ്ടായി എന്നാണ് പറയുക. അതായത്, അമ്മ, ഞാൻ അറിയുന്നുണ്ട് മകളെ, നിൻ്റെ ആഗ്രഹം, നീ യേശുവിന് വേണ്ടി ചെയ്യാനായിട്ടുള്ള നിൻ്റെ മനസ്സിൻ്റെ ആ ഭാവം, അത് ഞാൻ അറിയുന്നു. ഇവിടെയാണ് കപടതയില്ലാത്ത യഥാർത്ഥ ഇസ്രായേൽക്കാരനായിട്ട് നമ്മോട് ജീവിക്കണമെന്ന് തിരുവചനം ആവശ്യപ്പെടുന്നത്. അങ്ങനെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയതെല്ലാം കൃപയായിട്ട് മാത്രം ഇന്ന് അനീറ്റ ഇവിടെ പങ്കുവയ്ക്കുകയാണ്. ഇനിയും തൻ്റെ ജീവിതത്തിൽ മുമ്പോട്ടും ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നിറവേറണമെന്ന് ഈ മകള് പറയുമ്പോൾ നമുക്കും ഇതേപോലെയുള്ള കുഞ്ഞുങ്ങൾ അവരവരുടെ ജീവിതത്തിൽ അവർ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ സ്നേഹിച്ച് കർത്താവിന് വേണ്ടിയിട്ട് ജീവിക്കുന്നവരാകുമ്പോൾ ആ കുടുംബവും ആ സമൂഹവും രാജ്യവും എല്ലാം അവരായിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ വിശുദ്ധീകരിക്കപ്പെടുന്ന അനുഭവമാണ് ഉണ്ടാവുക. അവരുടെ ജീവിതത്തിൽ നിന്ന് ദൈവത്തെ അവരൊരിക്കലും മാറ്റി നിർത്തില്ല. ഇവരൊക്കെയാണ് ഇനി ഭാവി തലമുറയാകുവാൻ പോവുക. നമുക്ക് നന്ദിയുള്ളവരാകാം. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.